നമ്മൾ കുറേ കാലം ഇങ്ങനെ ജീവിച്ച് കഴിയുമ്പോൾ ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല, ഇതിനേക്കാളൊക്കെ ഭയങ്കര കാര്യങ്ങൾ ഇനിയും അനുഭവിക്കാനുണ്ട്, അറിയാനുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ ചിലപ്പോഴെങ്കിലും വന്നേക്കാം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു. കർത്താവിൽ വേരൂന്നുന്നവർക്ക് മാത്രമേ ആത്മീക വർധന ഉണ്ടാകുകയുള്ളൂ. ആത്മീക വർധന എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പൂർണ്ണതയുള്ളവരായിട്ടാണ് വീണ്ടും ജനിക്കുന്നത്. ഒരു ശിശു ജനിക്കുമ്പോൾ അത് പൂർണ്ണ മനുഷ്യനാണ്. ഒരു ശിശു ഒരിക്കലും മനുഷ്യൻ എന്ന നിലയിൽ പൂർണ്ണതയില്ലാത്തതല്ല. പക്ഷേ ആ പൂർണ്ണ മനുഷ്യനായ ശിശുവിന് കുറെ കൂടെ വളരുവാനുണ്ട്, മെച്യൂരിറ്റിയിലേക്ക് വളരുവാനുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വീണ്ടും ജനിച്ച നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രതിമയായ ക്രിസ്തുവിൻ്റെ പ്രതിമ, അതായത് ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ പ്രതിമ, ദൈവത്തിൻ്റെ പ്രതിമയായ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലാണ് നാം എല്ലാവരും വീണ്ടും ജനിച്ചിരിക്കുന്നത്. എന്നാൽ അവൻ്റെ വളർച്ചയിലേക്ക്, ആ ഫുൾനെസ് ഓഫ് ദ സ്റ്റേച്ചർ ഓഫ് ക്രൈസ്റ്റ് എന്നാണ് വചനം പറയുന്നത്. ക്രിസ്തു എന്ന തലയോളം ഒരു വളർച്ച ദൈവമക്കൾക്ക് നേടുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വളരണമെങ്കിൽ അവനിൽ വേരൂന്നുന്നവർക്ക് മാത്രമേ വളരുവാൻ കഴിയുകയുള്ളൂ. വേറൊരു ഭാഗത്ത് വായിക്കുന്നു, കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. യേശുവിനെ നമ്മൾ കൈക്കൊണ്ടു. ആ കൈക്കൊണ്ട ദിവസം മുതൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദിവസം മുതൽ നമ്മൾ അവൻ്റെ കൂട്ടായ്മയിലാണ് നടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണമെന്ന് പറഞ്ഞാൽ, യേശുവിനെ കൈക്കൊണ്ടപ്പോൾ എത്ര സന്തോഷം ഉണ്ടായിരുന്നോ അതേ സന്തോഷം, അല്ലെങ്കിൽ അതിലും സന്തോഷം യേശുവുമായിട്ട് ഓരോ ദിവസമുള്ള കൂട്ടായ്മയിലും നമുക്കുണ്ടാകേണ്ടതാണ്.